നമ്മുടെ കുട്ടികൾ ലഹരിക്കടിമപ്പെട്ടുകൂടാ. നമ്മുടെ കുട്ടികൾ അതാ മറ്റൊരുത്തനെ അറുത്ത് കൊല്ലണമെന്ന ചിന്തയിലേക്ക് പോയിക്കൂടാ. ഒരാളെയും ചതിക്കുന്ന ചിന്തയിലേക്ക് പോയിക്കൂടാ. ഇതിന് പരിഹാരം എന്താണ്? പരിഹാരം ഇൽമ് പഠിപ്പിക്കലാണ്. ആലിമീങ്ങളെ സദസ്സിൽ ചെറുപ്പത്തിലെ മക്കളെ എത്തിക്കലാണ്. ആലിമീങ്ങളെ വഅദ് കേൾപ്പിക്കലാണ്. അതാ യൂട്യൂബിൽ ധാരാളം വഅദുണ്ടല്ലോ, അതേ ധാരാളം പ്രസംഗങ്ങൾ ആലിമീങ്ങളത് കേൾക്കാനുണ്ടല്ലോ. അതിന് പകരം അനാവശ്യമായ വിഷയങ്ങളിൽ യൂട്യൂബിൽ കയറിയിട്ടോ അതുപോലെ തന്നെ മറ്റു നിലക്കും കാണാൻ പാടില്ലാത്തത് കണ്ടും കേൾക്കാൻ പാടില്ലാത്തത് കേട്ടും അനാവശ്യങ്ങളിലേക്കും മതാക്രമങ്ങളിലേക്കും പുതിയ തലമുറയെ അതാ ലഹരിയിലേക്കുമൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്, ലഹരി പാനീയങ്ങൾ വിറ്റാൽ ആ വിൽക്കുന്ന വകയിൽ കുറെ ടാക്സ് കിട്ടുമെന്നതിനാൽ ലഹരി പാനീയങ്ങൾ വിൽക്കുന്നത് വിരോധിക്കാത്ത ഗവൺമെന്റുകൾ അവർക്ക് അതാ ടാക്സ് കിട്ടണമെന്നതാണ് അവരെ വിഷയം. പക്ഷേ ആ ടാക്സിന്റെ എത്ര ഇരട്ടി 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 സംഖ്യ വെറും വാഹന അപകടം കൊണ്ട് മാത്രം ഇവിടെ സംഭവിക്കുന്നുണ്ട്. എത്ര മനുഷ്യരുടെ അതാ ജീവൻ ഈ മദ്യപിച്ചും അല്ലാതെയും വാഹനം ഓടിക്കുന്നതിനാൽ സംഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, IAS ഉദ്യോഗസ്ഥന്മാര് പോലും അതാ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് നിരപരാധികളായ പത്രക്കാര് പോലും കൊല്ലപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ലേ? ഞാനിത് പറഞ്ഞു വന്നത് ആ ലഹരി കൊണ്ടുള്ള നാശം. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്തൊക്കെ ഉള്ള ലഹരി അതൊരു 10 കൊല്ലമൊക്കെ കുടിച്ചാൽ ആ കുടിച്ചവനങ്ങ് നശിക്കുകയും ഒരു പക്ഷേ ജീവൻ പോവുകയും അല്ലെങ്കിൽ ജീവൻ പോകലാണ് നല്ലതെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണെങ്കിൽ അത്രയൊന്നും വേണ്ട. വെറും ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ തന്നെ പൂർണ്ണമായി തകരുന്ന കെമിക്കൽ ലഹരിയാണല്ലോ ഇപ്പോൾ നമ്മുടെ ചെറിയ പിഞ്ചു മക്കൾക്ക് പോലും വിതരണം ചെയ്യാൻ വേണ്ടി. അതും നിങ്ങളറിയോ, അതാ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അതേ അവർ ധരിക്കുന്ന അതേ വസ്ത്രം, യൂണിഫോം ധരിച്ചുകൊണ്ട് അതാ ഓരോ സ്കൂളിലും കയറി ഇറങ്ങാൻ ഓരോ സ്കൂളിൻ്റെ യൂണിഫോം അങ്ങനെ ലഹരി അതാ വിതരണം ചെയ്യുന്ന ഒരു കുട്ടിയെ പിടിച്ചു നോക്കുമ്പോൾ അവൻ്റെ ബാഗിൽ 13ഓളം വസ്ത്രങ്ങളാണ് കാണുന്നത്. ഓരോ സ്കൂളിലും പോകുമ്പോൾ അവിടുത്തെ വസ്ത്രം ധരിച്ചാണ് പോകുന്നത്. ഇത്തരത്തിൽ കുട്ടികൾ മുഖേന തന്നെ ലഹരി ഉപയോഗം വ്യാപകമാക്കി ഈ രാഷ്ട്രത്തെയും സമൂഹത്തെയും മനുഷ്യ വിഭാഗത്തെയും തന്നെ തകർക്കാനൊരുങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ സിറാജുൽ ഹുദ പോലുള്ള മർക്കസ് മഅദിൻ സഅദിയ മഖർ അങ്ങനെ തുടങ്ങി നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ സ്കൂളുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് കേട്ടോ. പഴയ കാലം പോലെ അല്ല.